ടീം എന്ന് പറയുന്നത് വെച്ചാൽ ഇവര് നമ്മളിപ്പോ പുറത്തൊക്കെ പോയി പഠിക്കുന്ന ആ ഒരു രീതിയിൽ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിട്ട് എത്ര വർഷം തിരിച്ചു വരുമ്പോ ഫാമിലി ബന്ധമുള്ള ആളെ അറിയാത്ത ആ ഒരു ഇതാണ്. അപ്പൊ അതിന് ഇവർക്കറിയാം. അപ്പൊ ആ ഒരു സ്നേഹം കാണിക്കണതും കണക്ടിവിറ്റിയും ഇവനെ കൊണ്ട് തന്നെ തിരിച്ച് സ്നേഹം എങ്ങനെയാണെന്ന് കാണിക്കുന്നത്, ആരാണെന്ന് അറിയിക്കുന്നത് പക്ക ഫീൽ ഗുഡാണ്. വേറെ ഒന്നും നോക്കാല്ല, ഫീൽ ഗുഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. അത്രേ ഉള്ളൂ. അതായത് ഭയങ്കര പടം നമുക്ക് എല്ലാവരും കണക്ട് ആവും. നല്ല രീതിയിൽ കറക്റ്റ് ആവാൻ മാത്രമുള്ള പടമേ ഉള്ളൂ. ഇമോഷണൽ ഫീൽ ഗുഡ് ആണ്. അതായത് നമുക്ക് തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ കയറി ഓടും അങ്ങനെയുള്ള രീതിയിലല്ല. നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു വെർത്താണ് സിനിമ. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ആ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ. അതിന്റെ അകത്ത് നമ്മൾ കുറെ സീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നല്ലൊരു പടമാണ്. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, ഫ്രണ്ട്ഷിപ്പ്, പിന്നെ പഴയ ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയ നാട്ടിലോട്ട് വരുന്നതും പഴയ കാലം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്. കാർത്തി അടിപൊളി. കാർത്തി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തു. നല്ല പടം, നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. കാർത്തി, അരവിന്ദ് സ്വാമിയൊക്കെ നല്ല രസമുണ്ട്. മൊത്തത്തിൽ മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. ആ നമുക്ക് നല്ലൊരു പടം കണ്ടിറങ്ങിയ ഒരു ഫീലുണ്ട്. എല്ലാവരും കാണണം. നല്ലൊരു ഫാമിലി, നല്ലൊരു പടം. മെസ്സേജ് ഒന്നുമില്ല, എല്ലാവരും കാണേണ്ട പടം. കണ്ണൻ നിറയും. നല്ലൊരു നമുക്ക് ഹാപ്പി കൊള്ളാം. നല്ല സിനിമ. ലാഗൊന്നുമില്ല, വലിയ ലാഗില്ല. കൊള്ളാം, സൂപ്പർ. നല്ല ഫീൽ ഗുഡ് പടം. നല്ല പടം. ബാക്കിയുള്ളൊരു സൂപ്പർ. രണ്ടും നല്ല അഭിനയം. പിന്നെ പാട്ട് കേട്ട് ഒന്നുമില്ല. അതുകൊണ്ട് പടം ഇങ്ങനെ സൂപ്പറാ പോകുന്നുണ്ട്. അവാർഡ് വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട് പടം. കൊള്ളാം. ഒരു ഫാമിലി മൂവി. കാർത്തി അടിപൊളിയാണ്. അരവിന്ദ് സ്വാമിയും കൊള്ളാം.